കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻ ഭാസുരാംഗന്റെ സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടി. 1,02,00,000 രൂപയുടെ സ്വത്തുക്കളാണ് ഇഡി കണ്ടുകെട്ടിയത്. ഭാസുരാംഗന്റെയും കുടുംബാംഗങ്ങളുടെയും പേരുള്ള സ്വത്തുക്കളാണ് താൽക്കാലികമായി കണ്ടുകെട്ടിയിരിക്കുന്നത്. റിപ്പോർട്ടർ ടിവിയാണ് കണ്ടല സഹകരണ ബാങ്കിലെ തട്ടിപ്പ് സംബന്ധിച്ച വാർത്തകൾ പുറത്തു കൊണ്ടുവന്നതും. TV പ്രസാദ് ചേരുന്ന വിവരങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ സ്വത്തുക്കളിൽ ഒരു ഭാഗം കണ്ടുകെട്ടി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് ഇഡി നടപടികൾ? വിനീത, ഇഡി പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് നിർണായക നീക്കങ്ങളിലേക്ക് കടന്നത്. നമുക്കറിയാവുന്നതുപോലെ എൻ ഭാസുരാംഗൻ 30 വർഷത്തിലേറെ കാലം തിരുവനന്തപുരത്തെ കണ്ടല ബാങ്കിന്റെ പ്രസിഡന്റായിരുന്നു. കണ്ടല ബാങ്കിന്റെ പ്രസിഡന്റായിരിക്കെ 101 കോടി രൂപയുടെ ക്രമക്കേടാണ് സഹകരണ വകുപ്പ് തന്നെ കണ്ടെത്തിയത്. പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വരുന്നതും അതിന്റെ മറ്റ് നടപടികളിലേക്ക് കടക്കുന്നതും. അതിനിടയിലാണ് അറസ്റ്റ് ചെയ്ത് 2 മാസം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ സ്വാഭാവിക ജാമ്യത്തിനുള്ള സാധ്യത ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ഇഡി പ്രാഥമിക കുറ്റപത്രം നൽകിയത്. ആ കുറ്റപത്രത്തിൽ 3.22 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടാണ് കണ്ടെത്തിയത്. അതായത് എൻ ഭാസുരാംഗൻ മകൻ അഖിൽജിത്തിന്റെയും ഭാര്യ ജയകുമാരിയുടെയും പെൺമക്കളുടെയും ബന്ധുക്കളുടെയും പേരിൽ ഏതാണ്ട് 3.5 കോടിയിലേറെ രൂപ വായ്പയെടുത്തിരുന്നു. ഇതാണ് പ്രാഥമിക തെളിവായി കണ്ടുകൊണ്ട് ആദ്യഘട്ടത്തിലുള്ള കുറ്റപത്രത്തിൽ ഇഡി ഉൾപ്പെടുത്തിയിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇഡി കണ്ടുകെട്ടൽ നടപടികളിലേക്കും കടന്നിരിക്കുന്നത്. 1 കോടിയിലേറെ രൂപ വിലയുള്ള മൂവബിൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് എന്ന് മാത്രമാണ് ഇഡി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതെന്തെല്ലാമാണ് എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ നമുക്കറിയാവുന്നതുപോലെ ഇഡി എൻ ഭാസുരാംഗനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ഒരു ദിവസം നമുക്ക് ഓർമ്മയുണ്ട്. അവിടെ പരിശോധന നടത്തിയതിനു ശേഷം അന്ന് മകന്റെ ബെൻസ് കാറും അതുപോലെ തന്നെ വീടും പൂട്ടി സീൽ ചെയ്തിരുന്നു ഇഡി. അതിന്റെ തുടർച്ചയായിട്ട് അന്വേഷണം പുരോഗമിച്ചു. ഒരു ഘട്ടത്തിൽ എത്തി നിന്നു. 3.22 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് പ്രാഥമികമായി കണ്ടെത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് 1 കോടിയിലേറെ രൂപയുടെ വസ്തുക്കൾ എൻ ഭാസുരാംഗിൽ നിന്ന് കണ്ടെത്തുന്നത്. എൻ ഭാസുരാംഗൻ നേരത്തെ CPIയുടെ നേതാവായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ കോൺഗ്രസ് പ്രവർത്തകനായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി പിന്നീട് DIC ആയി CPIയിലെത്തിയ നേതാവായിരുന്നു എൻ ഭാസുരാംഗൻ. മിൽമയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. ഈ വിവാദമെല്ലാം നിലനിൽക്കുമ്പോഴും അഡ്മിനിസ്ട്രേറ്റീവ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കുവാനോ അതല്ലെങ്കിൽ സഹകരണ വകുപ്പ് കാര്യമായ ഒരു നടപടിയെടുക്കാനോ ശ്രമിച്ചിരുന്നില്ല. അതിനിടയിലാണ് ഇഡിയുടെ റെയ്ഡ് വരുന്നതും പിന്നീട് അറസ്റ്റിലേക്ക് നീങ്ങുന്നതും. ആ ഘട്ടത്തിൽ മാത്രമാണ് CPI ഭാസുരാംഗനെതിരെ നടപടിയെടുക്കുന്നതും മിൽമ അഡ്മിനിസ്ട്രേറ്റീവ് സ്ഥാനത്തു നിന്ന് ഭാസുരാംഗനെ നീക്കുകയും ചെയ്യുന്നത്. വലിയ ഗുരുതരമായ തട്ടിപ്പ് കണ്ടല ബാങ്കിൽ നടന്നിട്ടും കാര്യമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. മാറനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ 56 FIRകളാണ് ഭാസുരാംഗനെതിരെ രജിസ്റ്റർ ചെയ്ത്. പക്ഷെ എന്നിട്ടും ആ കേസിൽ ഒന്നിൽ പോലും അറസ്റ്റ് ചെയ്യാനും പോലീസ് തയ്യാറായിരുന്നില്ല. അങ്ങനെ ഭരണത്തിൽ നിന്നായാലും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായാലും വലിയ സ്വാധീനമുള്ള ഒരു നേതാവ് ഇഡിയുടെ വലയിലായതോടുകൂടിയാണ് ഏറ്റവും ഒടുവിൽ ജയിലിലാകുന്നതും ഇപ്പോൾ കുറ്റപത്രം വരുന്നതും പിന്നീട് ഇപ്പോൾ സ്വത്ത് കണ്ടുകെട്ടുന്ന തലത്തിലേക്ക് 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതിൽ ഇപ്പോൾ ഭാസുരാംഗന്റെ 1 കോടിയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയിരിക്കുന്നത്. അതായത് അതൊരു തുടക്കം മാത്രമാണെന്ന് നമ്മൾ കരുതേണ്ടി വരും. വരും ദിവസങ്ങളിൽ ഇഡി ഇത്തരത്തിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെ മനസ്സിലാക്കണമല്ലേ? വിനീത, അങ്ങനെ തന്നെ നമുക്ക് കരുതേണ്ടി വരും. കാരണം എൻ ഭാസുരാംഗന്റെയും മകൻ അഖിൽജിത്തിന്റെയും ആർഭാട ജീവിതത്തെക്കുറിച്ചുള്ള വാർത്ത തന്നെ നമ്മൾ വിശദമായി കൊടുത്തിരുന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ മാറനല്ലൂർ ടൗണിൽ ഒരു സൂപ്പർ മാർക്കറ്റ്, ഒരു ഹോട്ടൽ, പൂജപ്പുരയിൽ ഒരു ഹോട്ടൽ, ബെൻസ് കാറ്, മാറുന്ന ആപ്പിളിന്റെ ഐഫോൺ വാങ്ങിക്കുന്നു, ലക്ഷങ്ങൾ പൊടിപൊടിച്ചുള്ള വിവാഹം. ഇതെല്ലാം എങ്ങനെയാണ് ഭാസുരാംഗന്റെ മകന് നടത്താൻ കഴിയുന്നത് എന്ന ചോദ്യം നമ്മൾ ഉന്നയിച്ചതാണ്. മാത്രമല്ല നിരവധി ആളുകളിൽ നിന്ന് നിയമനത്തിന്റെ പേരിൽ പണം വാങ്ങിയിട്ടുണ്ട്. അനധികൃതമായ വായ്പകൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അനധികൃത നിർമ്മാണങ്ങളും സഹകരണ സംഘം രജിസ്ട്രാറിന്റെ സർക്കുലറുകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് തോന്നും പോലെ പലിശ നൽകിയും ഉൾപ്പെടെ ബാങ്കിന് 101 കോടി രൂപയിലധികം വരുന്ന നഷ്ടമാണ് നടത്തിയത്. വിനീത, അത് 2019 വരെയുള്ള കണക്കാണ്. 2022 അവസാനം വരെ ഭാസുരാംഗന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ഭരണസമിതി ഉണ്ടായിരുന്നത്. അന്ന് സഹകരണ വകുപ്പിന്റെ 65 എൻക്വയറിക്ക് നേതൃത്വം നൽകിയ കാട്ടാക്കട അസിസ്റ്റന്റ് രജിസ്ട്രാറായ ജയചന്ദ്രൻ അവരുടെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പല രേഖകളും തങ്ങൾക്ക് അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ തന്നിട്ടില്ല എന്ന്. അതിന്റെ അർത്ഥം അതിലും വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നതാണ്. ചുരുക്കത്തിൽ 200 കോടിയിലേറെ രൂപയുടെ നിക്ഷേപമുള്ള ബാങ്കാണ് കണ്ടല സഹകരണ ബാങ്ക്. പക്ഷേ ഇപ്പോൾ ഒരാൾക്ക് പോലും
ഒരു രൂപ കൊടുക്കാൻ ഇല്ലാത്ത വിധം പാപ്പരായിട്ടുണ്ട് ആ ബാങ്ക് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും സങ്കടകരമായ കാര്യം. ലക്ഷങ്ങൾ നിക്ഷേപിച്ചവരുടെ കൂട്ടത്തിൽ അന്നന്ന് അധ്വാനിച്ച് അവിടെ കൊണ്ടിട്ട് 50,000വും 1,00,000വും അവരുടെ ജീവിതമാകെ അധ്വാനിച്ച സ്വത്ത് പോലും അവിടെ നിക്ഷേപിച്ചിട്ടുള്ള മനുഷ്യരുണ്ട്. അവർക്ക് പോലും ഒരു രൂപ കിട്ടാത്ത സ്ഥിതിയാണ് കണ്ടല ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കണ്ടല ബാങ്കിൽ മാത്രമല്ല, കണ്ടലയിലെ മാറനെല്ലൂർ ക്ഷീര എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. അവിടുത്തെ ക്ഷീര കർഷകരുടെ പാല് വാങ്ങി പ്രോസസ്സ് ചെയ്ത് വിൽക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു, സഹകരണ സംഘമായിരുന്നു. അതിന്റെയും പ്രസിഡന്റായിരുന്നു 30 വർഷത്തിലേറെ കാലം എൻ ഭാസുരാങ്കൻ. അതും അവിടെ ക്രമക്കേട് നടത്തി പൂട്ടിക്കുന്ന സ്ഥിതിയുണ്ടായി. 25 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പാണ് ക്ഷീരയിലും നടന്നത്. അങ്ങനെ ക്ഷീരയിലും ഏതായാലും വലിയ വ്യാപ്തിയുള്ള ഒരു തട്ടിപ്പ് തന്നെയായിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് എൻ ഭാസുരാങ്കൻ കുടുംബത്തിന്റെ പേരിൽ നടത്തിയത്. ഇപ്പോൾ 1 കോടിയിലധികം രൂപയുടെ സ്വത്തുക്കളാണ് ആദ്യഘട്ടത്തിൽ ED കണ്ടുകെട്ടിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിലും ED നടപടി തുടരുമെന്നാണ് TV പ്രസാദ് റിപ്പോർട്ട് ചെയ്യുന്നത്. TV പ്രസാദ് തന്നെയായിരുന്നു കണ്ടല സഹകരണ ബാങ്കിലെ തട്ടിപ്പിന്റെ വിവരങ്ങൾ സമഗ്രമായി പുറത്തു കൊണ്ടുവരികയും ചെയ്തത്.